അങ്ങനെ സുഹൃത്തുക്കളെ ബോട്ടാണിക്കൽ ഗാർഡനിൽ കയറിക്കണ്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊന്നും വല്ലാടത്തില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വേഗം തടിയപ്പോൾ വന്നു. കാരണം വിഷം നിറഞ്ഞിട്ട് സമയം 1 മണിയായല്ലോ. ഫുഡ് ബിരിയാണി ഇങ്ങനെ കടന്ന് മറിയാണ് വണ്ടിയിൽ. അങ്ങനെ വലിയ നല്ലൊരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ ബോട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ഇറങ്ങി പോന്ന് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരു മുട്ടക്കുന്നത്തേക്ക് വണ്ടിയുടെ കയറി. അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടിയില്ല തയ്യാറെടുപ്പിൽ സുധീറിൻ്റെ നേതൃത്വത്തിൽ. കാരണം ഫുഡ് ഉണ്ടാക്കിയത് അവനെ പോകുന്ന തന്നെയുള്ളൂ മെയിന്. പിന്നെ അങ്ങനെ എല്ലാവരും സജീവമാണ്, ഫുള്ള് ഹാപ്പിയാണ്. നമ്മൾ സുമിയൊക്കെ വെള്ളമേറ്റി വരുന്നു. എല്ലാവരും സഹകരിച്ച് നല്ല അടിപൊളി അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോറും പല പരിപാടി. അങ്ങനെ സുഹൃത്തുക്കളെ ബിരിയാണി ചെമ്പാണ് പൊട്ടിച്ചു. അപ്പോൾ അങ്ങനെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, ഒന്നും നോക്കല്ല. ഞങ്ങൾക്ക് പ്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പോയിങ്ങാണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. പ്ലേറ്റ് എല്ലാവരും വിരിച്ചങ്ങാണ്ട് ഒക്കെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. സുധീറൊക്കെ സജീവമായിട്ട് അങ്ങനെ നമ്മളെ കുട്ടികൾക്കും കിട്ടിയൊരു ചെറിയ സൂപ്പറ അതിലുണ്ട് ഇരുത്തിങ്ങാണ്ട് വട്ടം കൂടിക്കണ്ട് അവർ ഫുഡ് കഴിക്കണം. ഇനിയിപ്പം നമ്മളെ കഴിയാൻ അടുത്തത് ചോറ് കഴിക്കട്ടെ. അങ്ങനെ നല്ല സൂപ്പർ വൈബും നല്ല ക്ലൈമറ്റിൽ ഇരുന്നുങ്ങാണ്ട് ഫുഡ് അടിക്കണം. നല്ല അടിപൊളി ബിരിയാണി. അതൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് പുടുത്തം മുട്ട മഴ വരികയാണ്. ചെറിയ മഴ ചാറിന് വന്ന് പിന്നെ അത് തകർത്ത് പെയ്തു. പിന്നെ ഞാൻ വണ്ടിയിൽ ഇറങ്ങിയില്ല. ഓല് പയ്യക്കാര വാട്ടർഫാൾസ് കാണാനാണ് പോയി. പക്ഷെ ഞാൻ വണ്ടിയിൽ നിന്ന് പിന്നെ അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ തോർന്ന് പിന്നെ നമ്മൾ സൂസൈഡ് പോയിൻറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി. 2 ഫോട്ടോസൊക്കെ എടുക്കുക, സൂസൈഡ് പോയിൻ്റൊക്കെ ഒന്ന് സന്ദർശിക്കാൻ എഴുതി ചെന്ന് നോക്കുമ്പോൾ സമയം 5 മണിയായതുകൊണ്ട് അത് ക്ലോസായി. അങ്ങനെ അവിടെ ഞങ്ങൾ സസ്യമായി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2 ഊരും സാധിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും യാത്രയായി. വൈകുന്നേരം കഴിച്ചവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയും കഴിച്ചു കണ്ടത് യാത്ര തുടരും. അങ്ങനെ സുഹൃത്തുക്കളെ കാണും. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. അങ്ങനെ ഡ്രൈവർക്കൊരു ഹാൻഡും കൊടുത്തുകൊണ്ട് നമ്മളിതാ വണ്ടിയിൽ തന്നെ ഇറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു. അപ്പോൾ ബാക്കി പിന്നെ കാണാം.